ഗായ്സ് പണി കിട്ടി ഗായ്സ്. ഏകദേശം കുറേ നേരം സൈക്കിൾ ഓടിച്ചിട്ടാ, ഏകദേശം ഒരു 10-15 കിലോമീറ്റർ ആയി തോന്നുന്നു. ഇവിടെ ഒരു വാൾ പെയിന്റ് ഉള്ള സ്ഥലത്ത് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി വാൾ പെയിന്റ് ചെയ്ത ആൾക്കാരെല്ലാം സമ്മതിക്കണം കേട്ടോ. അതെല്ലാം ആർക്കും ഒരു രക്ഷയില്ല. ഇതുപോലെ കുറേ സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കേരളത്തിലുണ്ടായി. ഇങ്ങനെതാ ഹവറിൽ ഉറങ്ങിയെന്ന് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകും. ഇതാ നമ്മളെ പുതിയ ജേഴ്സി സാധനമെല്ലാം എടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നല്ലൊരു തുടക്കം എന്നെ കാണണ്ടേതാ. ഹായ്, റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്ന നല്ല മസാല ദോശ ഇട്ടുന്ന സ്ഥലമുണ്ട്. സൈക്കിൾ ആടിയുണ്ട്. 35 റുപ്യ എങ്ങനെ ഉള്ളൂ മസാല ദോശ. എന്താ ടേസ്റ്റ് കാണാൻ. ഫുഡ് കഴിച്ചിട്ട് പൈസ വാങ്ങുന്നുണ്ടായില്ല. എന്നിട്ട് നിർബന്ധിച്ച് വാങ്ങിപ്പിക്കുന്നതിന് ഓൻ്റെ നേറ്റീവ് പ്ലേസ് തമിഴ്നാടാ. പൈസ കൊടുത്ത് നമ്മൾ ഇവിടുന്ന് പോവാം. അഭി പോവാ, സെറ്റല്ലേ? അപ്പം ഇനി കളികൾ മുംബൈകൾ. മഴ ഗായ്സ് പെട്ടുപോയി. മഴയായിട്ട് ഫുള്ള് പെട്ടുപോയിട്ടുള്ളതാണ്. ഇവിടുത്തെ പോലീസുകാർ ഒരു രക്ഷയില്ല, ഭയങ്കര സപ്പോർട്ടാണ്. ഗായ്സ് പണി കിട്ടി ഗായ്സ്. നല്ല അടിപൊളി മഴ. ലഗേജെല്ലാം ഊരിയിട്ട് വെച്ചിട്ടുണ്ട്. മഴ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ്. എന്നെ അറിയുന്നവർക്കറിയാം. ഞാൻ മഴ എന്താ പറയുക എൻജോയ് ചെയ്ത് ബൈക്കെല്ലാം മഴയൊക്കെ തന്നെ ഓടിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പം ഞാൻ മഴേനെ വെറുത്തുപോയി. മീൻസ് അതിനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലഗേജ് ഉണ്ടെങ്കിലിപ്പോൾ ഫുള്ളതിൻ്റെ മുകളിലാണുള്ളത്. ഇവിടെ നല്ല മഴയാണ്. ഇവിടെ കയറി നിൽക്കാനൊരു സ്ഥലം പോലും നമുക്ക് കിട്ടിയില്ല. ഇത്രയും വലിയ സിറ്റി, അതായത് മുംബൈ സിറ്റിയിൽ ഒരു മഴ പെയ്തിട്ട് എനിക്ക് കയറി നിൽക്കാനൊരു സ്ഥലം കിട്ടിയിട്ടാണ് ഞാൻ ചിന്തിച്ചു നോക്കിയത്. പിന്നെ സംഭവിച്ചതും നല്ലതിന് സംഭവിക്കാൻ പോകുന്നതിനും നല്ലതെന്ന് വെച്ച് മുമ്പോട്ട് പോകാം. അത്രയും കുറച്ച് കഴിഞ്ഞ് സ്റ്റാർട്ടാക്കും. ഇപ്പോൾ സൈക്കിളിലൊന്ന് മഴ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് കുറയാനുണ്ട്. ഇത് വേണം തുടങ്ങാൻ. അപ്പോൾ കാണാം. ഏകദേശം കുറേ നേരം സൈക്കിൾ ഓടിച്ചിട്ടാ, ഏകദേശം ഒരു 10-15 കിലോമീറ്റർ ആയി തോന്നുന്നു. ഇവിടെ ഒരു വാൾ പെയിന്റ് ഉള്ള സ്ഥലത്ത് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി വാൾ പെയിന്റ് ചെയ്ത ആൾക്കാരെല്ലാം സമ്മതിക്കണം കേട്ടോ. അവരെല്ലാം ആർക്കും ഒരു രക്ഷയില്ല. ഇതുപോലെ കുറേ സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കേരളത്തിലുണ്ടായി.
ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുന്നില്ല ഇവർ. മഴ എന്നൊക്കെ പറഞ്ഞാൽ എമ്മാതിരി മഴ. നമുക്ക് പോകേണ്ടത് ആ റോഡാണ്. നമ്മൾ ഈ റോഡ് ഈ പെയിൻറ്റ് കണ്ടുകൊണ്ട് മാത്രം കയറുക. ഒരു ചായ കുടിക്കാണ്ട് എത്തിയിട്ടുള്ളൂ. ചായ നല്ല ഇവിടെ ഇറങ്ങണം. ഫുള്ള് മഴേനെ കൊണ്ട് ഏറും കളിയായിട്ടുണ്ട്. റെയിൻകോട്ട് ആണല്ലോ ഡബി. വിടലായി ഗൈസ്. ഗൈസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകാം. അങ്ങനെ കുറേ നേരം വന്നിട്ട് എന്താ അടുത്ത പോലീസുകാരും നമ്മളെ കണ്ട് നിർത്തിച്ച്. മൂന്ന് മണിക്കാ തുറന്നിരിക്കുക. നല്ല നല്ല ടേസ്റ്റ്, നല്ല ഫ്രഷ് ചെയ്തോളം. कागज भैया पूरा काटा है। क्या बोलेगा ये, क्या बोलेगा? कबूतर पकड़ो पकड़ो बोलता है, बकला करके बोलता है बकला. ഏടെ കാക്കത്തിന് ബക്കല എന്നാ പറയാ പോലെ. എന്ത് നല്ല പേരില്ലേ. നല്ല പേര് സർ. ജാദാ ബക്കല हमारा हैंड में बकला या बकला पूरा जड्डी काका. മയോണൈസ് വേണ്ട, മയോണൈസ് വേണ്ട. താങ്ക് യു. എന്താടാ ഗിയർ മാറ്റില്ല, ഗിയർ നെയ് ചേഞ്ച്. ഓക്കെ ടീക്ക്. ആ ബ്രേക്ക് പ്രശ്നമില്ല. ഗിയർ മാറ്റണമെങ്കിൽ ചുമരുമ്പ കയറ്റും. ആ ഓന്തനം കൊടുത്ത് ഇമ്മ തല അടി പൊട്ടിക്കൽ. ചെറിയ ചെക്കരടാ. അങ്ങനെ നമ്മൾ സൈക്കിൾ ഓടിച്ചിട്ട് നമ്മൾ അമേഷിൻ്റെ റൂമിലെത്തി. നമ്മളെ നാട്ടുകാരൻ ചെങ്ങായിയാണ് എൻ്റെ. അപ്പോൾ നമ്മളിന്ന് ഈടിയാണ് സ്റ്റേ. ഓനാണ് അമേഷിൻ്റെ സ്ഥലത്തിൻ്റെ പേര്. താൻ എന്തോ ബഗ് അങ്ങനെന്തോ പറ്റിയ സ്ഥലം എന്നൊക്കെ അറിയില്ല. ഇത് വൃത്തിയിട്ട് വരാം. ഇവിടുന്നുള്ള വ്യൂ ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. അടിപൊളി. ഇപ്പോൾ മെട്രോ വരുന്നുണ്ട് ഇവിടെ. ഫുള്ള് സിറ്റിയാണോ. അപ്പോൾ എന്നാൽ പോയി അവിടെ ഭക്ഷണമെല്ലാം കുക്ക് ചെയ്യുന്നുണ്ട്. ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് കിടന്നുറങ്ങണം. നാളെ നോക്കിയിട്ട് അരിയർ ഫോർട്ടിലേക്ക് പോകണമെന്നുണ്ട്. ചിലപ്പം പോകും. അപ്പം ഭക്ഷണം ഇങ്ങനെ പാചകം ചെയ്തുകൊണ്ട് നിൽക്കില്ല. നല്ലൊരു വീഡിയോ നാളെ കാണാം. ബൈ.